അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ ആണ്. ഞാൻ ഈ ഇടയ്ക്ക് ലിസ് എക്സിബിഷൻ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ചാണ്. അപ്പോൾ ലിസ് എക്സിബിഷൻ എന്ന് പറയുന്നത് കുറേ ഷോപ്പുകളെ ക്ലിയറൻസ് സെയിൽ നടക്കുന്ന സ്ഥലമാണ്. ഷാർജ എക്സ്പോ സെൻറ്ററിലാണ് ഇത് നടക്കുന്നത്. ഞാൻ മാപ്പിലിട്ടേക്കാം. പിന്നെ ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അകത്ത് കയറാൻ 5 ദിർഹംസ്, അവിടെ കാർഡ് പേയ്മെൻറ്റ് പറ്റൂല. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യമുള്ളത്, നമുക്കകത്ത് ട്രോളി ഉണ്ട്. പക്ഷെ ട്രോളി എടുക്കണമെങ്കിൽ കാശ് കൊടുക്കണം, 10 ദിർഹംസ് കൊടുക്കണം. ഇവിടെ എല്ലാം ഈ ക്ലിയറൻസ് സെയിലില്ല. അപ്പോൾ പിന്നെ നിങ്ങൾ എടുക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കേണ്ടത് ചിലപ്പോൾ ഏതെങ്കിലും ഡാമേജ് ആ തുണിക്കുണ്ടോ എന്നാണ്. അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ അത്യാവശ്യം വിലക്കുറവിന് കിട്ടുന്നുണ്ട്. അപ്പോൾ നേരെ അകത്ത് കയറി അവിടെ വലത്തെ സൈഡ് എൻ്റെ ടിക്കറ്റ് കൗണ്ടർ, ടിക്കറ്റ് തരും. അടുത്ത് ഉള്ളിലോട്ട് ഒരു വലിയ ഹോള്. അവിടെ ഒരുപാട് ബ്രാൻഡുണ്ട്. എൻ്റെ ഓരോ ഷോപ്പിൻ്റെയും ഒരു പെവിലിയൻ പോലെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം പോയത് ഫോറെവർ 21 എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ. അവിടെ മാക്സിമം ലേഡീസിൻ്റെ ഐറ്റംസ് ഉണ്ടായിരുന്നു. അവിടെ ചില സാധനങ്ങൾ 10 ദിർഹംസാണ്, ചിലത് 20, 30 അങ്ങനെ. അത് കഴിഞ്ഞ് ബേസിക്സ് എന്നൊരു ഷോപ്പിൽ കയറി. അവിടെ എല്ലാം 5, 10, 15, 20 അങ്ങനെയായിരുന്നു. അടുത്ത് URI എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ കയറി. അവിടെ അഡിഡാസ്, ഫില അങ്ങനത്തെ വലിയ ബ്രാൻഡുകളൊക്കെ ഉണ്ട്. സ്കെച്ചേഴ്സ് അതെല്ലാം ഉണ്ട്. അഡിഡാസിൻ്റെ ടീഷർട്ടൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് വെറൈറ്റി ഓഫ് ഷൂ ഉണ്ട് അവിടെ. അപ്പോൾ അവിടെ നിന്ന് കറങ്ങി നോക്കിയിട്ട് അടുത്ത് LC വൈക്കിക്കി എന്നൊരു ഷോപ്പ്. അവിടെ ഇതുപോലെ ഡ്രസ്സും ഒക്കെയാണ്. അവിടെ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയത് 3-ാം തീയതിയാണ്. അപ്പം നേരത്തെ വന്ന ആൾക്കാർക്ക് നിറയെ മോഡൽസ് കിട്ടി കാണും. അടുത്ത് BBZ എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ പോയി. അവിടെയും അത്യാവശ്യം ഡ്രസ്സൊക്കെ കൊള്ളായിരുന്നു. അവിടെ നിന്നും കുറച്ച് ഡ്രസ്സ് മേടിച്ചു. അവിടെ ഷൂവ്, സ്വെറ്റ് ഷർട്ട്, ബാഗ് അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ വീട്ടു സാധനമൊക്കെ മേടിക്കുന്ന ഒരു സ്ഥലത്ത് പോയി. ഹോം സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു ഷോപ്പ് പോയത്, അതും ഹോമിൻ്റെ സാധനങ്ങളാണ്. ബാക്ക് പാക്ക്, പിന്നെ ജിമ്മിൻ്റെ ഐറ്റംസ് അങ്ങനെ വരുന്ന ഒരു ഷോപ്പിൽ പോയി. അവിടെ അത്യാവശ്യം വില കുറവായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തെടുത്താൽ 2 ദിർഹംസ് എന്നൊരു ഷോപ്പിൽ പോയി. അവിടെ നിന്നും കുറച്ച് സാധനങ്ങൾ മേടിച്ചു. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. കറങ്ങിയപ്പോഴേക്കും 11 മണി കഴിഞ്ഞ് അവർ ലൈറ്റൊക്കെ ഓഫ് ചെയ്തു. പിന്നെ ഞങ്ങളങ്ങ് ഇറങ്ങി. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ ദിവസത്തിൻ്റെ ഇടയ്ക്ക് വരിക, ഇഷ്ടപ്പെട്ട സാധനങ്ങളുണ്ടെങ്കിൽ മേടിക്കുക, ക്വാളിറ്റിയും കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം, അവിടെ പാർക്കിങ്ങിന് പെയ്ഡാണ്. പബ്ലിക് പാർക്കിംഗ് ഉണ്ട്, അത് പെയ്ഡാണ്. മറ്റേ പാർക്കിംഗ് ഞാൻ പോയപ്പം ഫ്രീ ആയിരുന്നു. ഓക്കെ, എന്നാൽ വേറൊരു വീഡിയോയിൽ പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ കാണാം. അപ്പോൾ ഓക്കെ.